അങ്ങനെ ഞാൻ ചെന്നപ്പോൾ പ്രകാശേട്ടനും ചേച്ചിയും ഗൗരവത്തിൽ ഇരിക്കുക. ഞാൻ ചോദിച്ചു എന്ത് പറ്റി പ്രകാശേട്ടാ? എടാ ഒരു ഭയങ്കര വിഷയം ഉണ്ടായി, അനിയൻ നാട്ടിൽ നിന്ന് ഒരു പെണ്ണിനെ അടിച്ചുകൊണ്ട് വന്നു. ഞാൻ പറഞ്ഞു അനിയൻ നാട്ടിൽ നിന്ന് പെണ്ണിനെ അടിച്ചുകൊണ്ട് വന്നിട്ടെന്ന്. എന്നാൽ പിന്നെ അച്ചാറ് ഈ കുന്തമൊക്കെ അവന് കൊണ്ടുവന്നാൽ പോരായിരുന്നു, എൻ്റെ എന്തിനാ തന്നു വിട്ടത്? ചേട്ടാ അതൊന്നും അല്ലടാ, ഭയങ്കര വിഷയമാണ് ഇത്. വീട്ടുകാർ പറഞ്ഞിട്ടില്ല, നാട്ടുകാർ പറഞ്ഞിട്ടില്ല, ഭയങ്കര വിഷയമാണ്. ഞാൻ ചോദിച്ചു പെണ്ണെന്ത് ചെയ്യും? അതുകൊണ്ട് ആ നിൽക്കുന്ന പെണ്ണ്. ഞാൻ പറഞ്ഞിട്ട് വിളിച്ചേ വെച്ചേ. പ്രകാശേട്ടൻ പറഞ്ഞു എടേ മോളെ എന്നിട്ട് നോക്കിയേ, ഇന്ന ഒരാൾ വിളിക്കുന്നു, ഞാൻ നോക്കി. പെണ്ണ് തിരിഞ്ഞ് നോക്കിയപ്പം ഞാൻ ഞെട്ടിപ്പോയി. ആ പെണ്ണ് എന്നെ കണ്ടപ്പോഴും ഞെട്ടി. യു ചേട്ടൻ അല്ല പെരുപ്പുള്ള ചേട്ടൻ എന്ന് പറഞ്ഞു. പെരുപ്പ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയുള്ള ഞാൻ പറയും പെരുപ്പുള്ള ചേട്ടൻ എന്നല്ല, ട്രെയിനെ നമ്മൾ ഒന്നിച്ച് നമ്മൾ യാത്ര ചെയ്തതാണ് ചേട്ടൻ. ഞാൻ ചോദിച്ചു മോളെ നീ കാണിച്ച ഭയങ്കര തെറ്റായിപ്പോയി, അറിയോ? റെയിൽവേ സ്റ്റേഷനിൽ കല്യാണം കഴിഞ്ഞിട്ട് കിടന്ന് കരയുന്ന ഒരു പയ്യനെ ഞാൻ കണ്ടായിരുന്നു പറഞ്ഞു. പ്രകാശനോട് പറഞ്ഞു അനിയനെ വിളിച്ചു. അനിയൻ ഇങ്ങോട്ട് ഇറങ്ങി, എടാ ഇങ്ങനെ വന്നടാ, നിന്നെ ഒരാൾ വിളിക്കുന്നു വന്നേ. അനിയനും വന്ന് നോക്കി പാരാ മോട്ടിവേഷൻ. ഇവിടെ ഇരുന്ന് നിങ്ങൾ പരാജിതനാവാനെന്ന് പറഞ്ഞ പുസ്തകം വായിച്ച മോട്ടിവേഷൻ ഇല്ലയോ? സുമുഖൻ സുന്ദരൻ പരാജിതനായിട്ടില്ല, വിജയിച്ചു വന്ന് നിൽക്കുകയാണ്. അതെ. ഞാൻ തിരിച്ചിറങ്ങി സിറ്റവട്ടി വന്നു. പ്രകാശൻ ചേട്ടൻ്റെ 3.5 വയസ്സുകാരന് ഒരു പുസ്തകം വലിച്ചു കീറി ഇന്ന് കളിക്കുകയാണ്. അപ്പം ഞാൻ ആ പുസ്തകത്തിലെടുത്ത് കുഞ്ഞ് കളിക്കില്ല, പുസ്തകം വലിച്ചു കയറി. ഞാൻ ആ പുസ്തകത്തിലെടുത്ത് സൂക്ഷിച്ച് നോക്കിയപ്പോൾ ഏത് പുസ്തകമാണ്? മറ്റേ മോട്ടിവേഷൻ്റെ നിങ്ങൾ പരാജിതനാകാലെന്നുള്ള പുസ്തകം കുഞ്ഞ് വലിച്ചു കയറി കളിക്കുക. എന്നിട്ട് ആ കുഞ്ഞ് അതിൻ്റെ ഒരു താള് പറിച്ചിട്ട് വായി വെച്ചിട്ട് കളിച്ചിട്ട് ഞാൻ പറയും മോനെ അയ്യോ പേപ്പർ തിന്നല്ലേ ചത്തുപോകുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ പേപ്പർ എടുത്തപ്പോൾ അവസാനത്തെ താളാണ്. അത് ലേഖകൻ എഴുതിയിരിക്കുന്നു, നിങ്ങൾ പരാജിതനാകാലെന്നുള്ള എൻ്റെ ഈ പുസ്തകം വായിച്ച് നിങ്ങൾ വിജയിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത ലക്കവും വായിക്കുക. പുതിയ ലക്കം അറിയാത്ത പിള്ള ചോറിയുമ്പോൾ പഠിക്കും, വില 120. താങ്ക് യു. അപ്പോൾ ട്രെയിൻ യാത്രയൊക്കെ നല്ല അസലായിരുന്നു. എല്ലാ കഥകളും ഞങ്ങൾ ആസ്വദിച്ചു, ചിരിച്ചു, വളരെയധികം ഇഷ്ടമായി, ഗംഭീരമായിരുന്നു. രമേശ് ഏട്ടാ ഞാനൊന്നും പറയുന്നില്ല, ഞാൻ പുള്ളിയുടെ കൂടെ ട്രെയിനിലാണ്, ഞങ്ങൾ ബോംബെയിലാണ്, നാസിക്കിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ് ഇപ്പോഴും.